സോ നമ്മൾ ഇന്നലെ മുരുടേശ്വറിന് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. ആൻഡ് ഇന്ന് രാവിലെ നമ്മുടെ പ്ലാൻ കുടജാദ്രി പോകുക എന്നുള്ളതാണ്. സോ ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് രാവിലെ 5:30 മുതൽ 2:30 വരെ ഉണ്ട് ജീപ്പ് സർവീസ്. അത് നമുക്ക് ഷെയർഡായിട്ടും പോവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രൈവറ്റായിട്ട് എടുത്ത് പോവാം. നമ്മൾ ഷെയർഡായിട്ടാണ് കേട്ടോ പോകുന്നത്. നിന്റെ മുഖത്തുനിന്ന് കടന്നലൂത്തിയോ ഇങ്ങനെ? സോ അമ്പലത്തിൻ്റെ ബാക്കിൽ നമുക്ക് ജീപ്പ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. പോയി ഷെയർഡായിട്ട് ജീപ്പ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോവാം. ഓൾമോസ്റ്റ് ഒരു 1-1.25 മണിക്കൂറാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഓഫ് റോഡ് റൈഡാണ്. സോ നമ്മൾ രണ്ടുപേരും 2 അച്ഛന്മാരേ ഉള്ളൂ, അമ്മമാർ വരാനില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഭാവേനെ അമ്മമാരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഇറങ്ങി. മൂകാംബിക വന്നു കഴിഞ്ഞാൽ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുടജാദ്രി. നമുക്ക് മൂകാംബികയിൽ നിന്ന് ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട് കുടജാദ്രി വരെ എത്താൻ. ആൻഡ് അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഇഷ്ടം പോലെ ജീപ്പ് സഫാരീസ് അവൈലബിൾ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇതിൻ്റെ ആ ടോട്ടൽ ട്രിപ്പ് ഡ്യൂറേഷൻ പോയിട്ട് തിരിച്ചു വരാൻ ഓൾമോസ്റ്റ് 5 മണിക്കൂർ വരെ എടുക്കുന്നതാണ് അവർ പറയണേ. പിന്നെന്താ, ജീപ്പ് സഫാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് 2ആയിട്ട് ബുക്ക് ചെയ്യാം. ലൈക്ക് ഒന്നുകിൽ പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് പോവാം. സോ നമ്മളുടെ ഫാമിലി തന്നെ ഒരു 6-7 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജീപ്പ് പ്രൈവറ്റായിട്ട് എടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ നമുക്കൊരു ജീപ്പ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ വേറെ ആൾക്കാരും ഉണ്ടാവും. സോ നമ്മൾ ഷെയർ ചെയ്താണ് യൂസ് ചെയ്തത്. എന്താ വെച്ചാൽ നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 3 പേര് വേറെ ആൾക്കാരായിരുന്നു. പിന്നെ നമുക്ക് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, നിറയുന്നവരെ, ജീപ്പിൽ ആൾക്കാർ നിറയുന്നവരെ. നമ്മൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമുക്കൊരു 3 to 4 മിനിറ്റ്സിനുള്ളിലെല്ലാം സെറ്റായി പോവാറായി. അതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു 8 മണി ആയപ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റി. നേരത്തെ പറഞ്ഞില്ലേ 5 മണിക്കൂറാണ് ഈ ടോട്ടൽ ട്രിപ്പ് ഡ്യൂറേഷന്. അതിലൊരു 1.25 മണിക്കൂർ നമ്മൾക്ക് അവിടം വരെ എത്താനുള്ള സമയമാണ് കേട്ടോ. ലൈക്ക് ഈ കുടജാദ്രിയുടെ താഴെ വരെ ജീപ്പ് പോളൂ. അപ്പോൾ അവിടം വരെ എത്താനുള്ള സമയമാണ് ഈ 1.25 മണിക്കൂർ, 1.25-1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈക്ക് ചെയ്ത് കയറണം. അത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ തിരിച്ച് അതേപോലെ 1.25 മണിക്കൂർ. അതാണ് ഒരു ടോട്ടൽ 5 hours ഡ്യൂറേഷൻ പറയുന്നത്. ഈ 1.25 മണിക്കൂറിൽ അങ്ങ് കുടജാദ്രി എത്താറാവുമ്പോഴേക്കും ഒരു കുറച്ചധികം ദൂരം നല്ല ഓഫ് റോഡാണ്. അപ്പോൾ അതൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. നമ്മുടെ ഈ ജീപ്പിൻ്റെ ബാക്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ നടുവിൻ്റെ ഓരോ എല്ല് നുറുങ്ങുന്നതും നമുക്ക് എണ്ണി എടുക്കാം. അത്ര അടിപൊളി റോഡാണ്. പക്ഷെ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് എപ്പോഴൊന്നും അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ. എപ്പോഴൊന്നും ഓഫ് റോഡ് പോകാനുള്ള ചാൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ കിട്ടാത്തതുകൊണ്ട് അങ്ങനൊരു പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ചെറുതായിട്ട് നടു പോയാലും കുഴപ്പമില്ല. നമ്മൾ ആ എക്സ്പീരിയൻസ് അങ്ങ് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാൻ തന്നെ തീരുമാനിച്ചാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത്. ജീപ്പ് റൈഡൊക്കെ കഴിഞ്ഞ് നല്ല മോരുമുളക് കുടിച്ച് നമ്മൾ മറ്റേ കുടജാദ്രി ഈ നടന്ന് കാരണം കുറച്ച് ദൂരം അങ്ങ് മറ്റേ സർവജ്ഞ പീഠം വരെ. അപ്പോൾ അവിടെ വരെ എത്തി. നമ്മൾ നടക്കന്നെ. തണുപ്പൊക്കെ ഉണ്ടല്ലേ? ആക്ച്വലി ഇപ്പോൾ 9:45 ആയിട്ടുണ്ടെങ്കിലും അത്രയും ചൂടൊന്നുമില്ല. 9:45 ആയുള്ളൂ. പക്ഷെ 9:45 നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ, അത്രയും ചൂടൊന്നുമില്ല അവിടെ. സോ ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്ത് മൂകാംബിക ദേവീനെ പ്രത്യക്ഷപ്പെടുത്തിയ ആ സ്ഥലം കാണാനാണ് കേട്ടോ നമ്മൾ
ഇപ്പം പോകുന്നത്. ഐതിഹ്യം വെച്ചിട്ട് ശങ്കരാചാര്യർ ഒരു തപസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്താനായിരുന്നു പ്ലാൻ. പക്ഷേ ദേവി പറഞ്ഞു, മുന്നേ നടന്നോളൂ, ഞാൻ പുറകെ വരാം, ആൻഡ് എപ്പോഴാണോ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ അവിടെ ഇരിക്കും എന്നുള്ളത്. അപ്പം ഇങ്ങനെ നടന്ന് പോയിട്ട് ഇവിടെ മൂകാംബിക എത്തിയപ്പം ദേവിയുടെ അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് പുള്ളി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് പറഞ്ഞ പോലെ അവിടെ കുടിയിരുന്നു മൂകാംബിക ദേവി. അങ്ങനെയാണ് അവിടെ അമ്പലം ഉണ്ടായത് എന്നാണ് ഐതിഹ്യം. അതാണ് ഞാൻ കേട്ടിരിക്കുന്ന കഥ. എന്താ പറയാനല്ലേ ഹൈക്കിംഗ് നല്ല സുഖമാണ്. നല്ല പെട്ടെന്നൊരു തണലും കാണിച്ചു തരാം. പെട്ടെന്നൊരു വെയിലത്തുനിന്ന് അങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും തണല്. അറിയവാ അത്ര ഈസി ഹൈക്കൊന്നുമല്ല, പക്ഷെ എന്നാലും എല്ലാവരും ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ആരെയും കണ്ടില്ല പകുതി വഴി എത്തിയിട്ട് എന്നെക്കൊണ്ട് വയ്യ തിരിച്ചു പോവാണെന്നും പറഞ്ഞിട്ട് പകുതി വഴിക്ക് നിർത്തിപ്പോയവർ. എല്ലാവരും പയ്യെ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് പയ്യെ അവരവരുടേതായ സമയമൊക്കെ എടുത്ത് പോയി കയറുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ബ്രേക്കൊക്കെ എടുത്ത് പോവാം. വെള്ളം കൊണ്ടുവരുമ്പം പ്ലാസ്റ്റിക് കുപ്പിയിലാണ് കൊണ്ടുവരണമെങ്കിൽ തിരിച്ചത് കൊണ്ടുപോകാൻ ഓർക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫൈനും കിട്ടും. പിന്നെ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് സ്ഥലത്ത് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇട്ടിട്ട് വരുന്നത് അത്ര നല്ലതുമല്ല. സോ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ കുടജാദ്രിയിൽ. പണ്ടൊരു 6th സ്റ്റാൻഡേർഡ് സമ്മർ വെക്കേഷനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മൂകാംബിക കുടജാദ്രി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫോർ സം റീസൺ അത് എൻ്റെ മെമ്മറിയിൽ എനിക്ക് ഭയങ്കര ക്ലിയറായിട്ട് ഓർമ്മയുണ്ട്. എന്തോ ഇപ്പോൾ നമ്മൾ ആ മെമ്മറി ആലോചിക്കുമ്പം I just feel very happy about it. So for that reason ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാവേ അന്ന് വന്നതിൻ്റെ. അങ്ങനെ കാടും മലയൊക്കെ താണ്ടി നമ്മൾ ആ ഡിവൈൻ സ്ഥലത്ത് എത്തി. അങ്ങനെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ. പക്ഷേ അതിപ്പോൾ കേൾക്കുമ്പോൾ ഒന്നും കേൾക്കാനില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വണ്ടിയുടെയൊക്കെ ഭയങ്കര ഒച്ചയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. We don't need no education, no.